ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷയുടെ പാതയിൽ എന്ന സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ 12ാമത്തെ പുസ്തകമാണ് ക്രിസ്തീയ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന പുസ്തകം. നമുക്ക് പഠിക്കാനായി സഭ തന്നിട്ടുള്ള ഈ പുസ്തകം നമുക്ക് പഠനം ആരംഭിക്കാം. കൂട്ടുകാരെ, പാഠാവലിയുടെ പേര് ഞാൻ സൂചിപ്പിച്ചു, രക്ഷയുടെ പാതയിൽ. രക്ഷയുടെ പാത എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാവും അത് യേശുക്രിസ്തു കാണിച്ചു തന്ന പാതയാണ്. ചുരുക്കത്തിൽ എന്തിനാണ് ഈ പാഠാവലി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? 12ാം ക്ലാസ്സിലേക്ക് എത്തുമ്പം ഈ പുസ്തകം പഠിക്കുന്നത് യേശുക്രിസ്തു കാണിച്ചു തന്ന രക്ഷയുടെ മാർഗത്തിലൂടെ ചരിച്ച് ഞാനും യേശുക്രിസ്തുവിനെ പോലെ ആയി മാറുക എന്നതാണ് സഭ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പാഠം പഠിച്ചു തുടങ്ങുന്നതിന് മുൻപായി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. 1 മിനിറ്റ് സമയം ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് കാണിച്ചു തന്ന രക്ഷയുടെ മാർഗത്തിലൂടെ മാത്രം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, ചിട്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ അനുകരിച്ച് സമൂഹത്തിൽ ക്രിസ്തുവായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 1ാമത്തെ പാഠം വിശ്വാസവും ജീവിതവും. വിശ്വാസവും ജീവിതവും എന്ന ഈ പാഠം നമുക്കൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഡെറിക് റെഡ്മണ്ട് 1992 ബാർസലോണ ഒളിമ്പിക്സ് വേദി. 400 മീറ്റർ ഓട്ട മത്സരം ഫൈനൽ റൗണ്ടിനുള്ള തുടക്കമായി. എല്ലാവരുടെയും കണ്ണുകൾ ഡെറിക് റെഡ്മണ്ടിൻ്റെ നേരെയായിരുന്നു. കാരണം ഇംഗ്ലണ്ടിൻ്റെ മിന്നും താരം. മാത്രമല്ല 92 അദ്ദേഹം ഒരു വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു 400 മീറ്ററിൽ. ലോകം ഉറപ്പിച്ചു ഇദ്ദേഹത്തിന് തന്നെ ആയിരിക്കും ഗോൾഡ് മെഡൽ. ഇനി അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അദ്ദേഹം തിരുത്തി കുറിക്കുമോ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. മത്സരം ആരംഭിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ഡെറിക്ക് ബഹുദൂരം മുന്നിൽ കുതിക്കുകയാണ്. പക്ഷേ ഫിനിഷിംഗ് ലൈനിൻ്റെ ഏതാനും മീറ്ററുകൾക്ക് തൊട്ടിപ്പുറത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ കാല് ഇടറി. പേശി വലിവ് അനുഭവപ്പെട്ടു. സ്പീഡ് കുറഞ്ഞു. ട്രാക്കിൽ മുട്ടുകുത്തി. അദ്ദേഹം അവിടെ ഇങ്ങനെ അലറിക്കരയുകയാണ്. ആ മനുഷ്യനെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എങ്ങനെയോ ഇദ്ദേഹം എഴുന്നേറ്റ് വളരെ സ്പീഡ് കുറവാണ്, നടക്കുകയാണ് ട്രാക്കിലൂടെ. ഇദ്ദേഹത്തിൻ്റെ ദയനീയ അവസ്ഥ കണ്ട് ഗാലറിയിൽ നിന്നും ഒരാൾ എടുത്തു ചാടി, ബാരിക്കേഡിൻ്റെ മുകളിലൂടെ എടുത്തു ചാടി വരുന്നത് കാണാം. സെക്യൂരിറ്റിക്കാർ ഇദ്ദേഹത്തെ തടഞ്ഞപ്പോൾ അവരെ തട്ടിമാറ്റി ഡെറിക്കിൻ്റെ അടുത്തെത്തി തോളിൽ താങ്ങി. ഡെറിക്കിനോട് ചോദിച്ചു, നല്ല വേദനയില്ലേ? നമുക്ക് ഈ ട്രാക്കിൽ നിന്നും മാറിയാലോ? ആ വന്നിരിക്കുന്ന ആൾ റെഡ്മണ്ടായിരുന്നു, ഡെറിക്കിൻ്റെ അച്ഛൻ. ഡെറിക്ക് പറഞ്ഞു, അച്ഛാ, ഇതെൻ്റെ സ്വപ്നമാണ് ഈ ഒളിമ്പിക്സിൽ മത്സരിച്ച് ഈ ഫിനിഷിംഗ് ലൈൻ ഒന്ന് കടക്കുക എന്നത്. അതുകൊണ്ട് എനിക്ക് ഫിനിഷിംഗ് ലൈൻ കടക്കണം. അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. അദ്ദേഹം തോളത്തെടുക്കുന്നത് പോലെ ചേർത്ത് നിർത്തി കൊണ്ടുപോയി. 1 മീറ്റർ അടുത്തെത്തിയപ്പം ഇനി 1 മീറ്ററും കൂടി പിന്നിട്ടാൽ ഫിനിഷിംഗ് ലൈൻ കഴിയും. അവിടെ റെഡ്മണ്ട് പറഞ്ഞു, ഇനി നിന്നെക്കൊണ്ട് പറ്റും, എൻ്റെ സഹായം നിനക്ക് വേണ്ട, നീ ഫിനിഷിംഗ് ലൈൻ കടക്കണം. ഫിനിഷിംഗ് ലൈൻ കടന്നു. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം, ഇത് ലോകം ശ്രദ്ധിച്ച ഒരു മത്സരമായി മാറി. വിന്നറെക്കാളും ശ്രദ്ധിച്ച ആൾ ഡെറിക്കിനെയായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചത്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്.
നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ഇങ്ങനെ റെഡ്മണ്ട് ചേർത്ത് നിർത്തിയതുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമം വന്ന സമയത്ത് എത്രമാത്രം ദൈവം നിങ്ങളെ ചേർത്ത് നിർത്തി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ പലർക്കും അനുഭവങ്ങൾ പറയാനുണ്ടാവും. അതേപോലെ ദൈവം ഓരോ അവസരത്തിലും നമ്മളെ ചേർത്ത് നിർത്തിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വചനം പറയുന്നു. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്നും ഈ ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കി തിരിച്ചു വരാം. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവം വിശുദ്ധ ഗ്രന്ഥം ശ്രവിക്കാം. സങ്കീർത്തന പുസ്തകം 139 അധ്യായം 1 മുതൽ 5 വരെ തിരുവചനങ്ങൾ. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്നു മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങയ്ക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. കൂട്ടുകാരെ, ദൈവം എങ്ങനെയാണ് നമ്മളെ കരുതുന്നതെന്ന് കൃത്യമായും നമുക്ക് മനസ്സിലാവും. ഒരു വാക്കെൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് അത് മനസ്സിലാക്കുന്നവനാണ് ദൈവം. എൻ്റെ നടപ്പും കിടപ്പും മനസ്സിലാക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് നമ്മളെ 1-ാം പാഠത്തിലൂടെ പഠിപ്പിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. എങ്കിൽ നമുക്ക് ഇതൊന്ന് പഠിച്ചു വരാം. ഒന്ന് ആലോചിച്ചാൽ, ചരിത്രം പരിശോധിച്ചാൽ, ഒരു പക്ഷേ ചരിത്രാതീത കാലം മുതലേ നമ്മൾ ചരിത്രം പഠിക്കുന്നുണ്ട്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ്. ആ സമയത്ത് മുതൽ ഈ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താനുള്ളൊരു ശ്രമം മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടെന്ന് ചരിത്രം പറയുന്നു. എങ്കിൽ അങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള മനുഷ്യൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ളൊരു സ്നേഹബന്ധത്തിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള മനുഷ്യൻ്റെ ഈ അദമ്യമായ ആഗ്രഹം ആരാണ് മനുഷ്യന് നൽകിയത് എന്ന ചോദ്യത്തിന് ഉത്തരം ദൈവം തന്നെയാണ്. ദൈവമാണ് ദൈവത്തെ കണ്ടെത്താൻ മനുഷ്യനുള്ളൊരു ആഗ്രഹം മനുഷ്യന് നൽകിയതെന്നും നമുക്ക് കണ്ടെത്താൻ പറ്റും. മനുഷ്യന് ദൈവത്തെ കണ്ടെത്താനുള്ള ഒടുങ്ങാത്ത അല്ലെങ്കിൽ അവസാനിക്കാത്ത ഒരു ആഗ്രഹത്തെക്കുറിച്ച് സെൻറ്റ് അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ കൺഫെഷൻസ് എന്ന ആത്മകഥയിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ദൈവമേ, നിന്നോട് ചേരുന്നതുവരെ ഞാൻ അസ്വസ്ഥനാണ്. മനുഷ്യൻ ദൈവാന്വേഷിയാണ്. ആ ദൈവാന്വേഷിയായ മനുഷ്യൻ അവസാനം ദൈവത്തെ വിലയം പ്രാപിക്കുന്നത് വരെ അസ്വസ്ഥനാണ് എന്ന് സെൻറ്റ് അഗസ്റ്റിൻ സൂചിപ്പിക്കുന്നു. ഇനി മനുഷ്യൻ്റെ ഈ ദൈവാന്വേഷണത്തിന് പൂർണ്ണമായ ഉത്തരം നൽകുന്നത് ആരാണ്? ശരിയാണ്, ദൈവം തന്നെയാണ്. ഇനി ദൈവം എങ്ങനെയാണ് ഉത്തരം നൽകുന്നത്? മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിന് ദൈവം ഉത്തരം നൽകുന്നത് ദൈവം തൻ്റെ സൃഷ്ടിയിലൂടെയും സൃഷ്ടവസ്തുക്കളിലൂടെയുമാണ്. എല്ലാ മനുഷ്യനെയും വിസ്മയിപ്പിക്കുന്നതാണ് ഈ പ്രപഞ്ചം. നക്ഷത്രങ്ങൾ. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദിച്ചു, അങ്ങ് ഒരു സയൻറ്റിസ്റ്റ് ആണല്ലോ, ഇത്രയും അധികം പഠിച്ച ആളാണല്ലോ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ദൈവത്തിൽ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ദൈവം ഉണ്ടോ? അദ്ദേഹം മറുപടി പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കേണ്ട കാര്യമുണ്ട്. ദൈവമുണ്ട്. ദൈവമുണ്ട് എന്നതിന് വലിയ തെളിവാണ് മോളെ ഈ പ്രപഞ്ചം. ഒന്ന് നോക്ക്. ഒരു ശാസ്ത്രജ്ഞനായ ഞാൻ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരവിരുതാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്, ലൂയി പാസ്റ്റർ ഉണ്ട്, വില്യം ആംബിയർ ഉണ്ട്. എത്രയോ പേര് ഇതിന് സാക്ഷ്യം നൽകുന്നതാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ദൈവിക വെളിപാട്? ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു എന്ന് നമ്മൾ കണ്ടു.
വചനത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതിനെ ദൈവിക വെളിപാട് അല്ലെങ്കിൽ ദൈവാവിഷ്കാരം എന്നാണ് പറയുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദൈവിക വെളിപാട്, ദൈവം വെളിപ്പെടുത്തുന്നത്, ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ന്യായാധിപന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ. അവസാന നാളുകളിൽ ഹെബ്രായർ 1:2 പറയും, ഈ അവസാന നാളുകളിൽ തൻ്റെ പ്രിയപുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ വെളിപ്പെടുത്തിയ ദൈവത്തിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ എന്താണ് വിശ്വാസം? തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 142, 143 ഖണ്ഡികകളിൽ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് വളരെ മനോഹരമായ ഒരു ഡെഫിനിഷൻ കാണാം. ക്രിസ്തുവിലൂടെ തന്നെ തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തിയ ദൈവത്തിന് മനുഷ്യൻ സ്വയം സമർപ്പിച്ചുകൊണ്ട് നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. മനുഷ്യൻ സ്വയം സമർപ്പിച്ചുകൊണ്ട് നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ഇനി അടുത്ത ചോദ്യം, ദൈവത്തിന് ഏറ്റവും പൂർണ്ണ രൂപത്തിൽ പ്രത്യുത്തരം നൽകിയ വ്യക്തി ആരാണ്? ദൈവത്തിന് ഏറ്റവും പൂർണ്ണ രൂപത്തിലുള്ള പ്രത്യുത്തരം നൽകിയ വ്യക്തി മറ്റാരുമല്ല, യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എങ്ങനെയാണ് പ്രത്യുത്തരം നൽകിയതെന്ന് നമുക്കറിയാം. കാൽവരിയുടെ വിരിമാറിൽ 3 ആണികളിൽ പിടഞ്ഞ് മരിച്ച് യേശു ക്രിസ്തു ദൈവത്തിന് പ്രത്യുത്തരം നൽകി. ജീവിതത്തിൽ കുരിശുകൾ നമുക്കും ഉണ്ടാവുന്ന സമയത്ത് ആ കുരിശുകൾ ഏറ്റെടുത്ത് ദൈവത്തിനോട് പ്രത്യുത്തരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. വിശ്വാസത്തിൻ്റെ ഉദാത്ത മാതൃകകളായി സഭ 2 വ്യക്തികളെ അവതരിപ്പിക്കുന്നു. ഒന്നാമത്തെ ആൾ അബ്രാഹമാണ്, വിശ്വാസികളുടെ പിതാവ്. എങ്ങനെയാണ് അബ്രാഹം വിശ്വാസികളുടെ പിതാവായത്? 4 കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ഒന്ന്, ദൈവത്തിൻ്റെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ദേശത്തെയും ദേശക്കാരെയും വിട്ട് ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലത്ത് പോയി താമസിച്ചു. രണ്ടാമത്തെ കാരണം, അങ്ങനെ ദൈവം കാണിച്ചു കൊടുത്ത ഈ വാഗ്ദത്ത ഭൂമിയിൽ ഒരു വിദേശിയെപ്പോലെ കഴിഞ്ഞു. മൂന്നാമത്തെ കാരണം, പ്രായാധിക്യമായെങ്കിലും ദൈവം പറഞ്ഞതനുസരിച്ച് പുത്രനെ സ്വീകരിക്കാനുള്ള കൃപ സ്വീകരിച്ചു. നാലാമത്തെ കാരണം, അങ്ങനെ ദൈവം കൊടുത്ത പുത്രനെ ബലി കഴിക്കാൻ തയ്യാറായി. ഇക്കാരണങ്ങൾ കൊണ്ടാണ് അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ വ്യക്തി പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് വിശ്വാസ അനുസരണത്തിൻ്റെ സമ്പൂർണ്ണ രൂപം എന്നാണ്. ലൂക്കായുടെ സുവിശേഷം 1:38 നമുക്ക് കാണാം, ഇതാ കർത്താവിൻ്റെ ദാസി. മുന്നോട്ട് നമ്മൾ പോകുന്ന സമയത്ത് രക്ഷാകര പദ്ധതിയിലെ മറിയത്തിൻ്റെ പങ്കാളിത്തം നമ്മൾ കണ്ടതാണ്. രക്ഷാകര പദ്ധതിയിലെ പരിശുദ്ധ അമ്മയുടെ പങ്കാളിത്തം സഹരക്ഷക എന്ന് പോലും സഭ വിശേഷിപ്പിക്കുന്നു. രണ്ടാമത്തെ മാതൃക പരിശുദ്ധ അമ്മയാണ്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, എൻ്റെ ഈ ജീവിതകാലത്ത് എനിക്ക് അബ്രാഹത്തെ പോലെ പ്രത്യുത്തരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ അമ്മയെപ്പോലെ പ്രത്യുത്തരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവത്തോട് സമ്പൂർണമായി പ്രത്യുത്തരിച്ച യേശു ക്രിസ്തുവിനെ പോലെ ആവാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ഇതേപോലെ ആയിത്തീരാനുള്ള ശ്രമം നമുക്ക് നടത്താം. ഒരു വചനം നമുക്ക് പഠിക്കാം. സങ്കീർത്തന പുസ്തകം 139 അധ്യായം 2 തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഈ വചനം മനഃപ്പാഠമാക്കാം. പുസ്തകത്തിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തണം. ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതണം, നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, അങ്ങയെ അനുകരിച്ച് സമൂഹത്തിൽ മറ്റൊരു ക്രിസ്തുവായി മാറാൻ
ഞങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു. കർത്താവെ, വിശ്വാസത്തിൽ ജീവിക്കാൻ അബ്രാഹത്തെപ്പോലെയും പരിശുദ്ധ അമ്മയെപ്പോലെയും പ്രത്യുത്തരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്കോരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.